എന്താ മോളെ നീയൊന്നും പറയാത്തത്? പൂജയ്ക്ക് ഞാനിങ്ങനെ വരുന്ന ആലോചിക്കായിരുന്നു. എനിക്ക് മനസ്സിലായി. നാളെ ലീവ് എടുത്ത് അമ്പലത്തിലേക്ക് വരികയാണെങ്കിൽ ചേച്ചിയുടെ കല്യാണത്തിന് കരുണാകരൻ ലീവ് തരുമോ എന്നല്ലേ നിന്റെ പേടി? ഞാൻ കൈലാഷിനെ വിളിച്ച് ചോദിച്ചു നോക്കട്ടെ. അയ്യോ അമ്മേ, അതൊന്നും വേണ്ട. മോളെ, ഇത് നിന്റെ നല്ലതിനും കൂടി നടത്തുന്ന പൂജയല്ലേ, ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. പൂജ നാളെ തന്നെ നടത്തണോ അമ്മേ? വേറൊരു ദിവസത്തേക്കാ വെച്ചൂടെ? നല്ല കാര്യങ്ങൾ നീട്ടിവെക്കാൻ പാടില്ലെന്നല്ലേ കാരണവന്മാര് പറയാറ്. പൂജ രാവിലെയാണ് വെച്ചിരിക്കുന്നത്. പൂജ ആകെ 2 മണിക്കൂർ മാത്രമേ ഉണ്ടാവൂ. അത് കഴിഞ്ഞ ഉടനെ ബൈക്കിൽ കയറി നിനക്കും പ്രിയനും കമ്പനി തുറക്കുന്നതിന് മുമ്പ് ഇവിടെ എത്താൻ പറ്റും. അമ്മേ, ആരെയും നിർബന്ധിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കണ്ട അമ്മേ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ എന്റെ മരുമോളെ കാണാൻ വന്നതാ. അവളെ നാളത്തെ പൂജയ്ക്ക് ക്ഷണിക്കണ്ടേ? ഇവളുടെ കാല് പിടിച്ചാലും വരാൻ പോകുന്നില്ല. അമ്മ വെറുതെ ചോദിച്ച് നാണം കെടാൻ നിൽക്കണ്ട. അമ്മ പോവാൻ നോക്ക്. ഞാനും ഇവള് മര്യാദയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. നീ എന്തിനാ ഇടയ്ക്കറി വന്നത്? നീ വിളിച്ച ഇവള് വരില്ലായിരിക്കും. പക്ഷേ ഞാൻ വിളിച്ച എന്റെ മരുമോള് എന്തായാലും വരും. എന്താ നിനക്ക് കാണണോ? മോളെ, നീ ഞങ്ങളുടെ കൂടെ അമ്പലത്തിലേക്ക് വരില്ലേ? പറ മോളെ.